ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ മിലാനിലാണുള്ളത്. നാട്ടിലെ വെക്കേഷനൊക്കെ തീർന്ന് തിരിച്ചെത്തി ഒക്കെ ലാസ്റ്റ് വീഡിയോയിലൂടെ കണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. ഇത്ര നാളെ നാട്ടിലെ വിശേഷങ്ങളായിരുന്നു. ഇനി നമുക്ക് പഴയതുപോലെ മിലാനിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ തിരിച്ചെത്തിയ ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ? ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കോൺഫ്ലെക്സ് ആണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. നാട്ടിൽ ചെന്ന ശേഷം എന്നും രാവിലെ അപ്പവും പുട്ടും അങ്ങനെ ചപ്പാത്തിയും പൂരിയൊക്കെ ആയിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നാളത്തേക്കൊക്കെ ചെറിയ മടിയായിരുന്നു കേട്ടോ. പഴയ ആ ഒരു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല വെറൈറ്റി ഒക്കെ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്നും ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയത്. ജസ്റ്റ് പാലൊന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ടു, പിന്നെ കോൺഫ്ലെക്സ് ഇട്ടു. ഇവിടെയൊക്കെ സാധാരണ പാലൊന്നും തിളപ്പിച്ചിട്ടല്ല കേട്ടോ കോൺഫ്ലെക്സ് ആഡ് ചെയ്ത് കഴിക്കുക. സാധാരണ പോലെ തന്നെ ആ തണുത്ത പാലിലേക്കാണ് ഇട്ട് കഴിക്കുക. പക്ഷെ നമുക്ക് അങ്ങനെ കഴിക്കാൻ ഒരു മടി. അതുകൊണ്ട് പാലം തിളപ്പിച്ച ശേഷമാണ് അതിലേക്ക് കോൺഫ്ലെക്സോ അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. പിന്നെ പാലും കോൺഫ്ലെക്സൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വയറ് നിറഞ്ഞൊരു ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മളൊരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള അത്യാവശ്യം സൈസുള്ളൊരു ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുടെയൊക്കെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ഉടനെ അന്ന് തന്നെ പെട്ടിയെല്ലാം പൊട്ടിച്ച് വേഗം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചു. അങ്ങനെ ഒരു ഹോൾ വീഡിയോ എടുക്കണം എന്നുള്ളൊരു തോന്നൽ അന്നേരം പോയില്ലായിരുന്നു. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, അല്ലാതെ ഒരു ഹോൾ വീഡിയോ ഇല്ല കേട്ടോ. അപ്പോൾ അത്തരത്തിൽ ഞാൻ കൊണ്ടുവന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടി ഒന്ന് മെരുക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി നിറയെ വെള്ളം എടുത്തു, അതൊന്ന് തിളപ്പിക്കുകയാണ്. അപ്പോൾ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ ആ ചീനച്ചട്ടിയുടെ ഉള്ളിലെ കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെരുക്കി എടുക്കാതെയാണ് അതിൽ ആദ്യമേ തന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറിയിൽ ഇതിൻ്റെ ആ ഒരു കോട്ടിങ് ഒരു കറുത്ത കളർ അതിലേക്ക് പിടിക്കും. അപ്പോൾ നമ്മളൊന്ന് 2-3 പ്രാവശ്യം അതൊന്ന് മെരുക്കി എടുത്ത ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് ഒഴിച്ച് കളഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് വെള്ളം മാറ്റി ആ ഒരു ചൂടോടുകൂടി തന്നെ എണ്ണ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒലീവ് ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ആ വെള്ളം ഒന്ന് തുടച്ചെന്നുള്ളൂ. പാത്രം തണുക്കാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തില്ല കേട്ടോ. ആ ചൂടോടുകൂടി തന്നെയുള്ള പാത്രമാണ്. പാത്രം തുടയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു കറുത്ത കളർ നമുക്ക് കാണാൻ പറ്റും, നമ്മളൊരു വെള്ള തുണി കൊണ്ടൊക്കെയാണ് തുടയ്ക്കുന്നതെങ്കിൽ. അപ്പോൾ പാത്രം ഒന്ന് തുടച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കും. ഞാനിവിടെ ഒലീവ് ഓയിലാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിലൊന്ന് തൂത്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാട്, ഇങ്ങനെ ഒരു വൈറ്റ് പാട് കാണുന്ന അതിൻ്റെ അകത്തൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞ സ്ഥലത്താണ് ആ ഒരു വെളുത്ത പാട് കാണുന്നത്. എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളിങ്ങനെ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന ഇതേപോലത്തെ ഇൻഡാലിയത്തിനൊക്കെ ചീനിച്ചിട്ട് ഒന്ന് മെരുക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ മുഴുവൻ തടവി കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ച് ആ പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി പാത്രം നന്നായി ചൂടായി വരട്ടെ. ആ എണ്ണയൊക്കെ എല്ലായിടത്തും തൂത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തും എണ്ണ ഇങ്ങനെ ഒലിച്ചിറങ്ങി അതിൻ്റെ നടുവിലേക്ക് വരും. പാത്രം ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടി നാട്ടിലെ സാധാരണ ഒരു പാത്രക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പാത്രക്കടയുടെ പേരൊന്നും ഞാനിപ്പോൾ ഓർത്തിരിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ സാധാ സ്റ്റീലിൻ്റെ ഒന്നും ചീനച്ചട്ടി ഇപ്പോൾ ഇതേപോലെ കുഴിയുള്ളത് വരുന്നില്ല. കൂടുതൽ ചീനച്ചട്ടി നാട്ടിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടി ഇങ്ങനെ പരന്നിട്ടുള്ള ചീനച്ചട്ടിയാണ് വരുന്നത്. അല്ലെങ്കിൽ കിട്ടുക അലൂമിനിയത്തിൻ്റെ ആയിരിക്കും. അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് നല്ലതല്ല എന്നാണല്ലോ പറയുന്നത്. ഇത് ഇൻഡാലിയ എന്ന് പറയുന്ന ടൈപ്പ് ചീനച്ചട്ടിയാണ്. ഇതാകുമ്പോൾ നല്ല കുഴിയുള്ള നമ്മുടെ സാധാ ചീനച്ചട്ടിയുടെ ആ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്യാസിൽ നിന്ന് മാറ്റി നന്നായിട്ട് ആ എണ്ണ അങ്ങ് തുടച്ചെടുത്തു. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. നമ്മുടെ ടാപ്പിൽ തന്നെ ചൂടുവെള്ളം വരുന്ന മോഡിലേക്ക് മാറ്റിയിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് വീണ്ടും തിളപ്പിച്ചു, ഒഴിച്ചു കളഞ്ഞു, വെള്ളം തുടച്ചു, വീണ്ടും എണ്ണ ഒഴിച്ച് അതൊന്ന് മെരുക്കിയെടുത്തു. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഞാൻ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
ഇനി ആരെങ്കിലും നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലേ ഇതേപോലത്തെ ചീനച്ചട്ടിയൊക്കെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ നേരത്തെ തന്നെ മെരുക്കിയിട്ട് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഓൾറെഡി മെരുക്കിയ ചീനച്ചട്ടി കൊണ്ടുവരുന്നതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള കാര്യം. കാരണം എല്ലാവരുടെ അടുത്തും ഇതേപോലെ ഗ്യാസ് ആവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇൻഡക്ഷനൊക്കെ ആയിരിക്കും. ഇൻഡക്ഷൻ ആണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ചീനച്ചട്ടി ഉപയോഗിക്കാൻ പറ്റില്ല. എങ്കിലും അടി പരന്ന ടൈപ്പൊക്കെ കിട്ടുവാണെങ്കിൽ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഇൻഡക്ഷനിൽ വയ്ക്കാവുന്ന ടൈപ്പൊക്കെ കൊണ്ടുവന്നാൽ അത് മെരുക്കി എടുക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാക്സിമം വീട്ടിലൊക്കെ മെരുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ പോരുന്നതിൻ്റെ തലേദിവസം അയ്യോ ചീനച്ചട്ടി ഇല്ലല്ലോ എന്ന് ഓർത്ത് വേഗം വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതിൻ്റെയൊക്കെ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നൊന്നും അറിയത്തില്ല. നമ്മൾ വാങ്ങിച്ചങ്ങ് മെരുക്കി എടുത്തുള്ളൂ, അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിച്ചു പോലുമില്ല. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചത് തിളപ്പിക്കുകയും അതേപോലെ എണ്ണ പുരട്ടുകയും ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സവാള അരിഞ്ഞിട്ടൊന്ന് കുറച്ച് എണ്ണയിലിട്ടങ്ങ് വഴറ്റിയെടുക്കുകയാണ്. ഇതും ഒലിവ് ഓയിൽ തന്നെയാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. ആദ്യമേ ഉപയോഗിച്ച ഒലിവ് ഓയിൽ ആയതുകൊണ്ടാണ് വീണ്ടും അത് തന്നെ ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ ഈ ഒരു സവാള വഴറ്റിയത് കളയാൻ വേണ്ടിയിട്ടാണ്, അത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഏത് എണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും കറുപ്പ് ആ ഒരു മെറ്റീരിയലിലുണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ ഈ ഉള്ളിയിലേക്ക് പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉള്ളി സാധാരണ പോലെ തന്നെ വഴന്നാണ് കിട്ടിയത്. പ്രത്യേകിച്ച് കറുത്ത കളറോ കോട്ടിങ്ങോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ പാത്രം ഒന്ന് തണുത്ത ശേഷം നന്നായിട്ടങ്ങ് തേച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ പാത്രമൊക്കെ വെട്ടി തിളങ്ങുകയും ചെയ്യും. നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടി നന്നായിട്ട് മെരുക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഉച്ചത്തെ നമ്മുടെ ലഞ്ചിലേക്ക് പോവാം. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കോവയ്ക്ക, വെണ്ടയ്ക്ക, മാങ്ങ, അങ്ങനത്തെ കുറച്ച് പച്ചക്കറികൾ നാട്ടിൽ നിന്ന്, അതുപോലെ കായ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു ലഞ്ചാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വെണ്ടക്കായ എടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ മമ്മിയുടെ റെസിപ്പിയാണ്. ഞാൻ ഇതിന് മുമ്പ് എപ്പോഴൊക്കെയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ വെണ്ടയ്ക്ക എടുത്തു, അതൊന്ന് നീളത്തിലരിഞ്ഞ് നെടുകയും മുറിച്ച ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടങ്ങ് തിരുമ്മി പിടിപ്പിക്കണം. നമ്മൾ മീനൊക്കെ വറക്കാൻ നേരത്ത് സാധാരണയായിട്ട് ചെയ്യുന്നൊരു മാരിനേഷനില്ലേ, അതേപോലെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഇടാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ കുറച്ച് നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിലും പെട്ടെന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും പറയാനുള്ളതാണ്, പലർക്കും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ട് വെണ്ടയ്ക്ക ഇങ്ങനെ കുഴഞ്ഞു കൂടി കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് തൈരൊക്കെ ചേർത്തിട്ട് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് തൈരൊന്നും ചേർക്കാതെ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതേപോലെ ഇന്ന് നല്ല ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കുന്നുണ്ട്. ചക്കക്കുരു മാങ്ങയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് മാങ്ങയൊക്കെ ഇച്ചിരി പഴുത്തു. നമ്മുടെ പച്ചക്കറിക്കൊക്കെ ഒരു വാട്ടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വന്നപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഫുഡൊക്കെ, അതായത് ചമ്മന്തിപ്പൊടി, അച്ചാർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ കുക്കിങ്ങിലേക്കൊന്നും കയറിയൊന്നുമില്ല. കാരണം വന്നതിൻ്റെ വിഷമം, ക്ഷീണം ഒക്കെ കാരണം നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു കുക്കിങ്ങിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറിക്കൊക്കെ ചെറിയൊരു വാട്ടം ഉണ്ടായിരുന്നു. എങ്കിലും ടേസ്റ്റിന് യാതൊരുവിധ കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ ചക്കക്കുരു അരിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും അതുപോലെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് ചക്കക്കുരുവിന് ഒട്ടും തന്നെ വേവുണ്ടായിരുന്നില്ല. നല്ല എന്താ പറയുക, അധികം മൂക്കാത്ത എന്ന നല്ല ടേസ്റ്റുള്ള ചക്കക്കുരു ആയതുകൊണ്ട് കുക്കറിലിട്ട് വേവിക്കാതെ തന്നെ വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനൊരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയും മറ്റൽമുളകും കുറച്ച് ചെറിയുള്ളി പോലത്തെ ഇവിടുത്തെ വലിയ ഉള്ളി, നമ്മൾ പേളോനിയനാണ്, ചെറിയുള്ളി ഒന്നും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ പേളോനിയൻ ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കോവയ്ക്കയും ചെമ്മീനും കൂടി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിയും അതേപോലെ തന്നെ എല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പച്ച ചെമ്മീനും വേണമെങ്കിൽ ഇടാം കേട്ടോ, രണ്ടും ടേസ്റ്റുള്ള കാര്യം തന്നെയാണ്. ഞാനിവിടെ ഉണക്ക ചെമ്മീനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ടായിരുന്നേ, പക്ഷെ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല. അത് കുറേ നാളായില്ല ഇങ്ങനെ ഇരുന്ന് ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഞാൻ തന്നെ കുക്ക് ചെയ്യുന്നൊരു വീഡിയോ വന്നിട്ട്. അതുകൊണ്ട് കുക്ക് ചെയ്യാൻ നേരത്തൊക്കെ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു തപ്പലും തടയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തേങ്ങാക്കൊത്ത് ഇട്ടത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല.
അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കോവയ്ക്ക കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് തേങ്ങ അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങാക്കൊത്ത് പോലെ തേങ്ങ എടുത്തിട്ടാണ് അരയ്ക്കുന്നത്. കാരണം നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നതോടുകൂടി ഇവിടെ തേങ്ങയൊന്നും ഇരിപ്പുണ്ടാവില്ല. നാട്ടിൽ പോയപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജൊക്കെ കാലിയാക്കിയിട്ടാണല്ലോ പോയത്. അപ്പം തേങ്ങാക്കൊത്ത് വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങാക്കൊത്തും കൊണ്ടാണ് നമ്മൾ ചക്കക്കുരു വാങ്ങിക്കുള്ള അരപ്പുണ്ടാക്കുന്നതും എല്ലാം. അപ്പോൾ അതാ നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂടി വെച്ചാണ് വേവിക്കുന്നത്. അല്പം പോലും വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ കോവയ്ക്കൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതാ ചക്കക്കുരു നന്നായിട്ട് വെന്തു. ഞാൻ കാണിച്ചു തരാവേ. കുക്കറിലൊന്നും ഇടാതെ തന്നെ വേവാൻ കാരണം ഇതധികം മൂക്കാത്ത ചക്കക്കുരു ആയിരുന്നു. ഞങ്ങൾ നാട്ടിൽ ചെന്നത് ചക്കയുടെ സീസണിലാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ചക്കയ്ക്കും ചക്കക്കുരുവിനൊന്നും യാതൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്തു, അരിഞ്ഞു വെച്ചത്. അപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ നല്ല പച്ച മാങ്ങയായിരുന്നു. 2 ദിവസം ഫ്രിഡ്ജിലിരുന്ന് ചെറുതായിട്ടൊന്ന് വാടി പഴുത്തിട്ടുണ്ട്. എങ്കിലും പുളിയും ടേസ്റ്റും ഒന്നും ഒട്ടും തന്നെ കുറവില്ല കേട്ടോ. പിന്നെ മാങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ആ മാങ്ങയൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയിലേക്ക് പോവാം. അപ്പോൾ ഒരു പാൻ എടുത്തു, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നാട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നതാണ് നമ്മുടെ വെണ്ടയ്ക്കയും കോവയ്ക്കയും മാങ്ങയും ചക്കക്കുരു ഒക്കെ. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലേക്കും അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഇതുവരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പച്ചക്കറിയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാ മാങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചതാണ്, പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുന്നതാണ്. അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ സമയത്ത് നമ്മുടെ വെണ്ടയ്ക്കയുടെ ഒരു വശം അത്യാവശ്യമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. നമ്മൾ മീൻ വറുത്തെടുക്കില്ലേ അതേപോലെ തന്നെ, പക്ഷേ നല്ല കിടു ടേസ്റ്റാണ് കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ ഫ്രൈ ഒന്നും അധികം ഇഷ്ടമല്ലാത്തവർക്ക് പോലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഇതിന് ഞങ്ങൾ മീനില്ലാത്ത ഫിഷ് ഫ്രൈ എന്നാട്ടോ വിളിക്കുന്നത്. കാരണം ഫിഷ് ഫ്രൈയുടെയൊക്കെ ഒരു ടേസ്റ്റ് മീനില്ലാതെ തന്നെ ഇപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ ഫിഷ് ഫ്രൈ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്ത ശേഷം നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി നന്നായിട്ട് തിളച്ചു. അതിലേക്ക് നമ്മൾ ഇനി നിന്ന് താളിച്ച് ചേർത്താൽ മാത്രം മതി. അത്രയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു മാങ്ങാക്കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ ചെന്ന് നമ്മൾ വിഭവസമൃദ്ധമായിട്ട് എന്തോരം കറികൾ കൂട്ടിയായിരുന്നു ഓരോ ദിവസം കൊണ്ടുകൊണ്ടിരുന്നത് അല്ലേ. പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം കുക്കിങ്ങൊക്കെ ഒന്ന് തുടങ്ങി വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടാൾക്കും കോവിഡൊക്കെ പിടിച്ചു. ഇപ്പൊക്കെ ഓക്കെ ആയിട്ടോ, കോവിഡൊക്കെ മാറി എല്ലാം ഓക്കെ ആയി. പൂർവാധികം ശക്തിയോടെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു. നാട്ടിലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു, എൽബിക്ക് മിസ് ചെയ്യുന്നില്ലേ അമ്മയുടെ ഫുഡെന്നൊക്കെ. ഇപ്പോൾ അത് അവർ ചേച്ചിയുടെ അടുത്തെത്തി കഴിഞ്ഞു. എല്ലാ ദിവസവും മമ്മിയുടെ റെസിപ്പീസും അല്ലെങ്കിൽ മമ്മി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ചേച്ചി അവിടെ എൻജോയ് ചെയ്യുകയാണ്. ഇപ്പോൾ അതാ കറികളൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ അച്ചാർ, അതേപോലെ ഇത് ഞങ്ങൾ വാങ്ങിച്ച അച്ചാറാണ്. ഇത് ബീഫ് അച്ചാറാണ്. ബീഫ് അച്ചാർ വാങ്ങിച്ചതാണ്. മാങ്ങാച്ചാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ചമ്മന്തിപ്പൊടിയുടെ ഒക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല തൂവെള്ളച്ചോറും ചക്കക്കുരു മാങ്ങ കറിയും അതേപോലെ തന്നെ കോവയ്ക്ക ചെമ്മീൻ മെഴുക്കുവരട്ടിയും വെണ്ടയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഉപ്പേരിയും പിന്നെ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയും. ഈ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി നിങ്ങളായാലും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല നാടൻ ചെത്ത് മാങ്ങ അച്ചാറും കടയിൽ നിന്ന് വാങ്ങിയ ബീഫ് അച്ചാറും. നല്ല ബീഫ് അച്ചാറായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളുമാണ് അല്ലേ. പ്ലേറ്റ് നിറയെ കറികളാണ്. ഇങ്ങനെയൊക്കെ കറികൾ കിട്ടിയാൽ നമ്മൾ ചോറ് കഴിക്കുന്നതിനൊന്നും ഒരു കയ്യും കണക്കും ഉണ്ടാവില്ല അല്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡടി നടക്കുന്നുണ്ട് നാട്ടിലേക്ക് പോയ ശേഷം. അധികം വൈകാതെ ഞാൻ ഡയറ്റിങ്ങിലേക്ക് കടക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ തീർന്നിട്ടോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ തീർന്നിട്ട് വേണം എനിക്ക് ഡയറ്റിങ് തുടങ്ങാനായിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ റെസിപ്പീസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ
വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാവേ. ബൈ.